ഹലോ ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. ചില ദിവസങ്ങളിൽ നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും ഒന്നും മാവ് കാണില്ല. ആ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതിനുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കനം കുറച്ച് ഒരു പാലാട പോലെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മൊരിച്ചിലിന് വേണ്ടി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. നെയ്യ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഈ ബാറ്റർ തയ്യാറാക്കാൻ 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് തവ ഒന്ന് ചൂടായതിനു ശേഷം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാവൂ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഓയിലോ ഗീയോ ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വീണ്ടും ഹൈയിലാക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് തേങ്ങാപ്പാലും മുട്ട റോസ്റ്റും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അവർക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കും. അത്ര നല്ലൊരു റെസിപ്പിയാണിത്. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഒഴിച്ച് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.